സിംഗപ്പൂരിൽ നിന്ന് സൈക്കിളിലോ അല്ലെങ്കിൽ നടന്നിട്ടോ പോയി തിരിച്ചു വരാൻ കഴിയുന്ന ഒരു ദ്വീപിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ദ്വീപിലോട്ടാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. പുങ്കോൾ എന്ന സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന കോണി ഐലാൻഡിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് ബസ്സിൽ എത്തിച്ചേരാവുന്നതാണ്. തുടർന്ന് ദ്വീപ് മൊത്തം സൈക്കിളിൽ ചുറ്റി കറങ്ങേണ്ടവർക്ക് ഗോ സൈക്ലിംഗ് എന്ന ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഹെലോ റൈഡ് എനിവിൽ തുടങ്ങിയ സൈക്കിൾ ഷെയറിംഗ് ആപ്പ് ഉപയോഗിച്ച് സൈക്കിൾ വാടകയ്ക്കെടുത്ത് ദ്വീപിലോട്ട് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങാം. ദ്വീപിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ ദ്വീപിലോട്ട് പോകുന്ന വഴിക്ക് റോഡിന്റെ സൈഡിലായിട്ട് 7-Eleven തുടങ്ങിയ മറ്റു റെസ്റ്റോറൻറ്റുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മുടെ മുന്നിൽ ഇപ്പം കാണുന്നതാണ് കോണി ഐലാൻഡിലോട്ടുള്ള മെയിൻ ഗേറ്റ്. കോണി ഐലാൻഡിന്റെ മെയിൻ ഗേറ്റിന്റെ പുറത്തും അകത്തൊക്കെ ആയിട്ട് നമുക്ക് ധാരാളം കുരങ്ങന്മാരൊക്കെ കാണാനായിട്ട് പറ്റും. ദ്വീപിന്റെ അകത്ത് സൈക്കിൾ ഓടിച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ധാരാളം വഴികൾ നമുക്ക് കാണാവുന്നതാണ്. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് സൈക്കിൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ വഴിയിലൂടെ ദ്വീപിന്റെ മറ്റു സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ദ്വീപിനകത്തെ മാംഗ്രൂവ് ബ്രോഡ് വാക്ക് ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ വഴി നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് വളരെ ഭംഗിയുള്ള ഒരു കടൽ തീരത്തോട്ടാണ്. ഒരു ഫ്ലാസ്കിൽ കുറച്ച് ചായയോ കാപ്പിയോ ഒക്കെ ആയിട്ട് വന്നും ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കിടിലൻ സ്ഥലമാണിത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മലേഷ്യയിലെ ജോഹോർ പോർട്ടിൽ നിന്ന് പോകുന്ന ചരക്ക് കപ്പലുകളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്തുകൊണ്ടാണ് ഹെൽമെറ്റ് വെച്ച് സൈക്കിൾ ചവിട്ടിയെന്നുള്ളത്. അപ്പോൾ കോണി ഐലാൻഡിലോട്ട് വരുന്നവർ ഇത്തരം കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇവിടം രാത്രി ക്യാമ്പിങ്ങിനോ അല്ലെങ്കിൽ തീ കൂട്ടിയിട്ട് കത്തിക്കുന്നതിനോ ഒന്നും അനുവദിക്കുന്നതല്ല. ഞാൻ കൂടുതലും മഴ പെയ്യുന്ന സമയത്ത് കോണി ഐലാൻഡ് വിസിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ മഴ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മഴ സമയത്ത് കോണി ഐലാൻഡ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്കും കിട്ടാൻ പോകുന്നത് വളരെ വലിയൊരു വ്യത്യസ്ത അനുഭവമായിരിക്കും. രാവിലെ 7 തൊട്ട് വൈകുന്നേരം 7 മണി വരെയാണ് കോണി ഐലാൻഡ് ഓപ്പൺ ചെയ്യുന്നത്. കോണി ഐലാൻഡ് വിസിറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഒന്ന് താഴെ കമൻ്റ് ആയിട്ട് ഇടേ. അപ്പോൾ ഇനി അടുത്തൊരു സ്ഥലം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബായ്.